ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഡിസ്കൗണ്ടും നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ എന്നും വെച്ചിരിക്കുന്ന പോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആവും. ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ദർ ആർ ലോട്ട്സ് ഓഫ് എനർജി വിൽ കം. ആൻഡ് ഓൾസോ ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു എനർജി നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്തെടുത്ത് അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. നമുക്ക് 2 പൈൽസ് ആണ് എന്നും വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുള്ളത്. ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പൈൽ. ദ പ്യൂരിറ്റി കാർഡാണ്. ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള വിഷനോട് കൂടി ഇരിക്കുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് കാർഡ് ഇസ് ദ പ്യൂരിറ്റി ആൻഡ് സെക്കൻഡ് കാർഡ് ഇസ് ദ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറാണ്, അല്ലെങ്കിൽ വളരെ ഒരു മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു കാർഡ്. മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹിയർ വി ക്യാൻ സീ ദ ലൈറ്റ് ഫ്രം ദ സൺ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീനറി ആൻഡ് നേച്ചർ. ഇറ്റ്സ് ബ്രിങ് ലോട്ട്സ് ഓഫ് പോസിറ്റീവ് വൈബ് ആൻഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്ന കാർഡ് ഏതാണോ ആ ഒരു കാർഡ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ തിങ്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. ചിലവർക്ക് 2 പൈൽസും റീസണേറ്റ് ആവും, ചിലവർക്ക് ഫസ്റ്റ് പൈൽ മാത്രം, സെക്കൻഡ് പൈൽ ഉണ്ടാവില്ല. അപ്പോൾ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ കാണുക. നിങ്ങളുടെ ഈ രീതിക്ക് അനുസരിച്ച് കാണുക. വേണ്ടാത്ത എനർജീസ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ, ഇത് ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടുള്ള എനർജീസ് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോകാം, ദ പ്യൂരിറ്റി. Friends, then here are the cards and the spread. Yes, the first pile, the purity card, നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. We have now that much enough space. We can see the spread and be positive. The death and rebirth ആണ് പറയുന്നത്. ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പോസിറ്റീവ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. യെസ്, ദ ഫ്രണ്ട്ഷിപ്പ്. ദ നൈസ് എനർജി. മേ ബി ദ തേർഡ് പാർട്ടി വിൽ ബി ദ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് നോക്കാം, ക്ലാരിഫിക്കേഷൻ നോക്കാം. അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അതല്ല, പുതിയ കസ്റ്റമേഴ്സ് ആണ്, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാനും കൂടി വേണ്ടിയിട്ടാണ്. പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ഓഫറാണ്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലവരും അതറിയാത്തവരൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ പറയുന്നത്. പലരും വീഡിയോയിൽ കാണുന്നില്ലായിരിക്കാം, സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ടാകാം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ബാക്ക് ടു റീഡിങ്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ദ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു എനിക്കിവിടെ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമിതാക്കളായിട്ട്, ലവേഴ്സായിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഫാമിലി ഉണ്ടെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇവിടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം ഒരു ഡെത്ത് സിറ്റുവേഷൻ ആണ്. അതായത് ഒരു സ്റ്റക്ക് എനർജി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റക്ക് എനർജി എന്ന് പറയുമ്പം ഈ വ്യക്തി മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ഒന്നിനെ കുറിച്ചിട്ടും ഈ വ്യക്തി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സണ് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കണമെങ്കിൽ ദിസ് പേഴ്സൺ മസ്റ്റ് ഹാവ് ടു ഗെറ്റ് സം മോട്ടിവേഷൻ, അല്ലെങ്കിൽ സംതിങ് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജീസ് ഈ പേഴ്സണിൽ ലഭിക്കണം. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണ് കുറച്ച് അരോചകമായിട്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല.
അതങ്ങനെയാണ്. അത് റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അതൊരു തേർഡ് പാർട്ടി മൂലമാകാം, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാകാം. പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം എന്നല്ല, നിങ്ങൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് എത്രത്തോളം റീസണേറ്റ് ആകും എന്നറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ മേ ബി ഈ പേഴ്സണ് മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ഈ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് സമയം വേണം. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് കുറച്ച് സമയം വേണമെന്നും ഈ വ്യക്തിക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട്, അതായത് ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സമയം വേണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, നിങ്ങളോട് അരോചകം കാണിക്കുന്നതും ഗെറ്റ് ലോസ്റ്റ് പറയുന്നതും ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നതും കോള് കട്ടാക്കുന്നതും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കാരണമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ നെഗറ്റീവ് ആണ് എന്ന് ചിന്തിച്ചിട്ടല്ല. ബട്ട് ഇപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ അല്ല ഈ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഒരു റീബർത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, അതപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ല, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല എന്നാണെങ്കിൽ ഈ പേഴ്സൺ ആ തോറ്റ് കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നാൽ പോരെ. ഈ പേഴ്സൺ ഉയർത്തെഴുന്നേക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രാൻസ്ഫോർമേഷൻ, ദ ഷിഫ്റ്റിംഗ് ഓഫ് ദ എനർജിയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്ര. പക്ഷേ ഈ പേഴ്സണ് ആദ്യമൊക്കെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി നൗ, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് എനർജി പ്രകാരം, ഓക്കെ, ഇത് നമുക്കൊരു പാസ്റ്റ് ആയിട്ട് എടുക്കാം. പ്രസന്റ് എനർജി പ്രകാരം നമ്മൾക്ക് ലഭിക്കുന്നത് ഈ പേഴ്സണ് സപ്പോർട്ടീവായിട്ട് കുറച്ച് ആളുകൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് മേ ബി ഈ പേഴ്സന്റെ കോളേജ് കൂട്ടുകാരാകാം, അല്ലെങ്കിൽ സ്കൂൾ കാലം തൊട്ടേ ഉള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആകാം, ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം, പുരുഷന്മാരോ സ്ത്രീകളോ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നെഗറ്റീവ് അല്ല കേട്ടോ, അത് പോസിറ്റീവ് തന്നെയാണ്. ബിക്കോസ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ. അവരായിട്ട് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഈ വ്യക്തി മാറി വരുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ടിരുന്ന ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഈ വ്യക്തി മൊത്തത്തില് മാറി വരുന്നുണ്ട്. മാറി വരാനുള്ള കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സന്റെ കൂട്ടാളികളാണ്. അതായത് ഈ പേഴ്സന്റെ കൂടെയുള്ള ആൾക്കാർ ഒരു പരിധിവരെ ഈ പേഴ്സനെ പിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മേ ബി സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുന്ന ഹെൽപ്പ് ആയിരിക്കാം. ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് പോലെ, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ ഒരിക്കലും സോറി, എൻ്റെ ത്രോട്ട് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടില്ലേ? അതൊരിക്കലും പ്ലാൻഡ് അല്ല, അല്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അപ്പൊ അവിടെ സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തി, അതിനെയാണ് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളുടെ കൂടെയുണ്ട്, ഒരു ഗാർഡിയൻ ഏഞ്ചൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം സന്ദർഭങ്ങളിൽ നിന്നാണ്. പക്ഷെ എന്തോരം ആളുകളാണ് അങ്ങനെ ഹെൽപ്പ് കിട്ടാതെ പരാജയപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് ബ്ലെസ്സിങ്സ് കുറവാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങൾക്കായിക്കോട്ടെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അതിലൂടെ ഈ പേഴ്സന്റെ യഥാർത്ഥ പേഴ്സണൽ പവർ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് ഒരു പരിധിവരെ നമുക്കൊരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈൻ കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ. അത് ഈ പേഴ്സണ്, നിങ്ങൾ രണ്ടുപേരും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഉറപ്പായിട്ടും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. മേ ബി 8 വയസ്സ്, 10 വയസ്സ്, 14 വയസ്സ് വരെ ഡിഫറൻസസ് ഉള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ആ ഒരു പേഴ്സണൽ പവറിൽ ഈ വ്യക്തി എത്തണം. ഈ വ്യക്തിയുടെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ പേഴ്സന്റെ മുന്നിൽ വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ പ്രസന്റ് എനർജി പ്രകാരം വളരെ ജോയ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് തമാശകളൊക്കെ പറഞ്ഞ് വളരെ ഒരു ഒരു സ്മൂത്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഭേദമായിട്ടുള്ള, മെച്ചപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത്. സോ നിങ്ങളോട് സംസാരിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറല്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം
നിങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട ചാൻസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ യു ഷുഡ് വെയിറ്റ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ നിങ്ങൾ മേ ബി നിങ്ങളുടെ പവർ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് കാര്യങ്ങൾ മന്ത്രാസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ്, ബിക്കോസ് അത് ഇവിടെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മേ ബി ഈ പേഴ്സണ് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ സംസാരിക്കാൻ തയ്യാറല്ലാണ്ടാവുമ്പോൾ ഓക്കെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആണോ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകുമോ എന്നുള്ള ചിന്തകൾ വേണ്ട. റിവേഴ്സ് ആയിട്ട് ചിന്തിക്കരുത്, മുന്നോട്ട് തന്നെ ചിന്തിക്കാം. ഐ ലവ് യു ദാറ്റ് എവറിത്തിങ് ദാറ്റ് ഐ ആം. ഓക്കെ, യെസ്, ഈ പേഴ്സൻ്റെ ആ ഒരു മാനസിക മുറിവുകളൊക്കെ മാറണം. ഐ ലൈക്ക് ടു ബീങ് വിത്ത് യു, ടോക്കിംഗ് വിത്ത് യു ആൻഡ് ലാഫിങ് വിത്ത് യു. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ എങ്കിൽ കൂടെ അതിനൊരു സമയമുണ്ട്. അതുവരെ ഈ പേഴ്സൺ ആ ഒരു റിപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രിപ്പറേഷൻ ആണ്, ഒരു റിപ്പയറിങ് രീതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദ സ്പാർക്ലിംഗ് ഐസ് ഇസ് ഹിയർ ആൻഡ് ഓൾസോ ദ മാരേജ് പ്രപ്പോസൽ. ഓക്കെ, ഒരു മാരേജ് പ്രപ്പോസൽ ആയിട്ട് വന്നതാകാം. ടുഡേ വിത്ത് നൈറ്റ് 11 ബോട്ടിൽ ആർട്ട് ലവർ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരിക്കലും അത് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഒരു ഡെത്ത് ഉണ്ടെങ്കിൽ അത് ന്യൂ ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തുടക്കത്തിലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് ഗോയിങ് ഫോർവേഡ്, മുന്നോട്ട് തന്നെ കുതിക്കുക എന്ന് പറയുന്ന കാർഡാണ് സെക്കൻഡ് പൈൽ. നമുക്ക് നോക്കാം. വി ക്യാൻ സീ ദ സ്പ്രെഡ്, the person, yes, the current energy. Okay, setting boundaries. ഓക്കെ, പോണേന് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പിന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വി ക്യാൻ ഡു ദ റീഡിങ്. ബാക്ക് ടു റീഡിങ്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഈ പേഴ്സണായിട്ട് കുറച്ച് ഭയങ്കരമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് കാലാകാലങ്ങളായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പേഴ്സണായിട്ട് ഒരു തരത്തിലും ഒത്തുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോ ക്ലാഷസ് ഉള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു. അതായത് എന്ത് കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാലും അതൊരു തല്ലുപിടുത്തത്തിൽ വന്ന് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിലേക്ക് അവസാനിച്ച് ചെല്ലുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം. ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ കൂടെ നിങ്ങൾ അത്യാവശ്യം മെച്യൂരിറ്റി ഇല്ലാത്ത ഒരവസ്ഥ കാണിക്കുന്നു. ഓക്കെ, എപ്പോഴായാലും ചിലപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര അഗ്രസീവായിട്ട് മെക്കിട്ട് കയറാൻ വരും, അല്ലെങ്കിൽ ഈ പേഴ്സൺ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അഗ്രസീവായിട്ട് നിങ്ങൾ മെക്കിട്ട് കയറാൻ ചെല്ലും. അതായത് അവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാസ്റ്റിംഗ് സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഈ പേഴ്സണായിട്ട് വിട്ട് നിൽക്കുകയാണ്. അതായത് കുറച്ച് കീപ്പിംഗ് എ ഡിസ്റ്റൻസ്, കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുകയാണ്. അതാണ് നല്ലതെന്ന് ഈ പേഴ്സണും നിങ്ങളും ഒരേപോലെ ചിന്തിക്കുന്നു. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ സൈലൻസ് എനർജിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ കോളുകൾ വരുമ്പോൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടാകാം, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടി ദിസ് പേഴ്സൺ ഈസ് വാച്ചിങ് യു, സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, സ്പൈയിങ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്, എല്ലാം ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഈ പേഴ്സൺ അറിയുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ചാരന്മാര് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്കാര്. നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ആ പേഴ്സണെ കൊണ്ടേ കൊടുക്കാനും, ഐ മീൻ ചിലപ്പോൾ നിങ്ങളും അത് ചെയ്യുന്നുണ്ടായിരിക്കണം. ആ പേഴ്സന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകണം. സംതിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വിശേഷങ്ങൾ അറിയുന്നുണ്ട്. ഓക്കെ, അതിവിടെ ഉറപ്പായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. മേ ബി നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ വന്നു പോയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടാകണം. മേ ബി നിങ്ങൾ കല്യാണപ്രായമൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എവിടെയൊക്കെയോ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു എന്താ പറയാ, ഇത് പൗർണമി ദിവസങ്ങളിലൊക്കെ ഫുൾ മൂണിന്റെ എനർജിയാണ് നമുക്ക് രണ്ട് കാർഡ്സിലും കാണാനായിട്ട് പറ്റുന്നത്. ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഫുൾ മൂൺ പൗർണമിയുടെ അന്നൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഭയങ്കര എനർജി വൈബ്രേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള എനർജി വൈബ്രേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തായിരിക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു തല്ല് പിടിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷെ ഈ പേഴ്സണ് നിങ്ങളെ വിട്ടിട്ട് പോകാനും പറ്റില്ല. അതായത് നിങ്ങളായിട്ട് തല്ല് പിടിക്കും, വാക്കുതർക്കം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ ഐ മീൻ അതിലും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നിങ്ങൾ രണ്ടുപേരും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു മിസ്മാച്ചസ്, അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു ചേരായികയായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മേ ബി ഈ പേഴ്സണായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാകാം, കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ പേഴ്സൺ ആകാം. ഓക്കെ, എന്ത് തന്നെയൊക്കെ ആണെങ്കിൽ കൂടി ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു മിസ്മാച്ചസ്, അത് മേ ബി ഈ പേഴ്സന്റെ ഭയങ്കരമായിട്ടുള്ള ഈഗോ ക്ലാഷസ് കൊണ്ടായിരിക്കണം ഒരു പരിധിവരെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. നിങ്ങളാണെങ്കിലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ സമ്പാദിക്കുന്ന വ്യക്തിയായിരിക്കാം. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ബിക്കോസ് ഈ ഒരു കാലത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ്, സ്വന്തമായിട്ടൊരു ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീ പുരുഷന് മാത്രമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് അല്ലേ, സ്ഥിതി അങ്ങനെയാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഡെവലപ്മെന്റ്സ് ഇൻ അവർ സൊസൈറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മിസ്മാച്ചസ് ഒരു മാച്ചിങ് സ്റ്റേജിലേക്ക് ആകുന്നില്ല. സോ ഇവിടെ രണ്ടുപേരും കഴിവതും ഒരു സമാധാനപരമായിട്ടുള്ള ഇതിലേക്ക് വരണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് ഒരു ടൈഗർ എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് വി ക്യാൻ സീ ദിസ് ബോത്ത് ആനിമൽസ് ആർ അഗ്രസീവ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ആനിമൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിനെടുത്ത് നോക്കുകയാണെങ്കിലും ബോത്ത് ആർ ഇൻ ഭയങ്കര അഗ്രസീവായിട്ട്, ഭയങ്കര ദേഷ്യമായിട്ടുള്ള ഒരു എടുത്തു ചാടിയിട്ടുള്ള ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ സ്വഭാവഗതികളിൽ കുറച്ച് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഐ മീൻ ദേഷ്യം കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ അത്തരത്തിലുള്ള പ്രയേഴ്സ് ഒക്കെ ചെയ്യാനുള്ള ക്ഷമയില്ലാത്ത ആൾക്കാരെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മൾക്ക് ഗോയിങ് ഫോർവേഡ് ആണ് കിട്ടിയിട്ടുള്ളത്, ജീവിതം മുൻപോട്ടാണ്. സോ അത് മുൻപോട്ട് എത്രത്തോളം ജീവിതം മുന്നോട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എത്രത്തോളം മനോഹരമാക്കി എടുക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ആയാലും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് റൊമാൻസ് അനുഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ അത് ഈ ഒരു അഗ്രസീവ് നേച്ചർ മാറ്റി എടുത്താൽ മാത്രമാണ് അതിലേക്കൊരു
പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഹീലിംഗ് ആയിട്ടുള്ള ആവശ്യകതയുണ്ട്. ഒരു ഹീലിംഗ് എനർജി മസ്റ്റായിട്ടും വേണമെന്ന് കാണിക്കുന്നു. ഐ ഹാവ് സംതിങ് സോ സ്പെഷ്യൽ പ്ലാൻഡ്. ഓക്കെ, ഈ വ്യക്തിക്ക് സ്നേഹവും ഉണ്ട്. ഐ ആം കോൺസെൻട്രേറ്റിംഗ് ഇൻ മൈ കരിയർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ടാകാം. ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നത്, ആർക്കാണ് കൂടുതൽ റെപ്യൂട്ടേഷൻ എന്നൊക്കെ. മേ ബി ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം. റിയൂണിയൻ കിട്ടിയിട്ടുണ്ട്. വാശിയൊക്കെ നല്ലതാണ്, പക്ഷെ എല്ലാം അമിതമായാൽ അത് കുറച്ച് ബോറല്ലേ. ടീ കിട്ടിയിട്ടുണ്ട്, 777 കിട്ടിയിട്ടുണ്ട്, പൈസസ് ആൻഡ് ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, സോഡിയക് സൈൻ ആൻഡ് ഓൾസോ ദ വിർഗോ. ഓക്കെ, മേ ബി നിങ്ങൾ വാട്ടർ എനർജി അല്ലെങ്കിൽ എർത്ത് എനർജി രണ്ടും കൂടി കൂടിയതായിരിക്കണം നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സ്ക്രീനിൽ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.